ഇന്നെന്ത് ചോറാ ഫാത്തിമ? വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഇതാ പൊതിച്ചോറ്, ഇതിനകത്തൊന്നും ഇല്ല, പൊതി മാത്രമാണല്ലോ ഉള്ളൂ. ഗൈസ് ഇനി പൊച്ചോറുണ്ട് മീൻ പൊച്ചുണ്ട് ഇനി നമ്മൾ ഇന്ന് തന്നെ മാർച്ച് കൊടുത്ത് നിങ്ങളെ ലൈക്കോ നമ്മളെ ലൈക്കോ മറക്കരുത്. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ഇതൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ അതിൽ ഞാൻ കുറേ റെസിപ്പീസ് ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഇത്. കുറേ നാളത്തെ ഒരാഗ്രഹമായിരുന്നു ഒരു പൊതിച്ചോറ് കഴിക്കണം എന്നുള്ളത്. നമ്മളെ വീട്ടിലിങ്ങനെ എല്ലാവരും കൂടിയിട്ട് കഴിക്കണം എന്നുള്ള ഒരാഗ്രഹമായിരുന്നു. അപ്പോൾ ആ ഒരു ആഗ്രഹം ഞാൻ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് മെയിനായിട്ടും ഞാൻ പൊതിച്ചോറാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ആദ്യം തന്നെ മോർണിംഗ് തന്നെ ഞങ്ങൾ ഉമ്മാനോട് വേഗം റൈസ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഉമ്മ റൈസ് വേഗം ഉണ്ടാക്കി വെച്ച് തന്നു. ബാക്കിയുള്ളത് ഞാനും ഏട്ടൻ്റെ വൈഫും കൂടെയാണ് ചെയ്യുന്നത്. അപ്പം ഞങ്ങളങ്ങോട്ടേക്കൊക്കെ ഉപ്പേരി എന്ന് പറയും. പല പേരിൽ ഈ അറിയപ്പെടുന്നുണ്ടാവും, മെഴുക്ക് വരട്ടി അങ്ങനെയൊക്കെ. അപ്പം ആദ്യം ഒരു ഉപ്പേരി പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഇതേ സമയം തന്നെ അപ്പുറത്തെ ഏട്ടൻ്റെ വൈഫ് ബാക്കിയുള്ള ഐറ്റംസൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ ഉപ്പേരി പ്രിപ്പയർ ചെയ്യുന്നത് ജസ്റ്റ് വെളിച്ചെണ്ണ വെച്ച് കുറച്ച് കടുക് ഇട്ടതിന് ശേഷം വെളുത്തുള്ളിയും പച്ചമുളകും അതിലേക്ക് ഉരുളക്കിഴങ്ങും ഒരു 3 ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റുമാണ് കേട്ടോ ഇത്. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി മുളകും പൊടി കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മൂടി വെക്കുക, ഒരു ചെറു തീയിൽ കേട്ടോ. അപ്പോഴേക്കും ഏട്ടൻ്റെ വൈഫ് ഒരു കറിയും ഒരു ഫ്രൈ ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനിലാണ്. അപ്പം ജസ്റ്റ് ഒരു കറി ഉണ്ടാക്കുന്നതിൻ്റെ ഒരുക്കത്തിലാണ് കേട്ടോ. ഒരു 3 തക്കാളി, അതിലേക്ക് വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു കഷ്ണം ഉള്ളി എല്ലാം കൂടെ വഴറ്റിയതിന് ശേഷം പുളി ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പുളിയാണ് കേട്ടോ. അതിലേക്ക് കൊഞ്ച് ജസ്റ്റ് മുളകും മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള കൊഞ്ചാണ് കേട്ടോ. അപ്പം അതിലേക്ക് ആ പുളിവെള്ളം, അതിൽ കുറച്ച് എക്സ്ട്രാ വെള്ളം അതിലേക്ക് കൊഞ്ചും ഇട്ടിട്ട് ആ കറി അവിടെ അടിച്ചു വെച്ചു. അതിൻ്റെ ഇടയിൽ ഉമ്മ അവിടെ കുട്ടികൾക്ക് കഞ്ഞി പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഹസ്ബൻഡ് ഒരു സ്പെഷ്യൽ അവിൽ മിൽക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് നമ്മളെ വീട്ടിൽ തന്നെയുള്ള പഴമാണ് കേട്ടോ. അപ്പം കുറേ പഴം ഉള്ളത് കൊണ്ട് തന്നെ ഹസ്ബൻഡ് അവിൽ മിൽക്കിൽ പ്രിപ്പറേഷനിലാണ്. പിന്നെ അവിൽ മിൽക്കിന് പഴം ജസ്റ്റ് ഒന്ന് സ്മാഷ് ചെയ്തിട്ട്, അതുപോലെ ഞങ്ങൾ കടലമുട്ടായിയാണ് കേട്ടോ എടുത്തത്. കടലമുട്ടായി നന്നായിട്ട് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. പിന്നെ അതുപോലെ അവിൽ അവിടെ ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിലേക്ക് പാൽപ്പൊടി കുറച്ച് ഒരു 2-3 സ്ട്രോബെറി, ഏലക്കായി, പഞ്ചസാര, പാൽപ്പൊടി എല്ലാം കൂടെ മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം നമുക്ക് ഫില്ലിങ് തുടങ്ങാം. ഫില്ലിങ് ഫസ്റ്റ് നമ്മൾ അവിലിടും, അതിലേക്ക് ഈ പഴം സ്മാഷ് ചെയ്തിടും. അതിനുശേഷം നമ്മൾ ഈ അടിച്ചെടുത്ത പാൽപ്പൊടി, പഞ്ചസാര അതൊക്കെ കൂടെ അടിച്ചിട്ടുള്ള അതൊഴിക്കും. അതിൻ്റെ മുകളിൽ കുറച്ച് ബൂസ്റ്റ് പൊടി ഇടും. ഇതന്നെ റിപ്പീറ്റ് ചെയ്യും. പിന്നെ ജസ്റ്റ് അവിലിടും, അതിൻ്റെ മുകളിൽ നമ്മുടെ കടലമുട്ടായിയുടെ ക്രഷ് ചെയ്തതിടും. അങ്ങനെ ഒരു ഫില്ലിങ്ങിൽ ഞാൻ ഹസ്ബൻഡ് അവിടെ ഒരു സൈഡിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പം നെക്സ്റ്റ് നമ്മൾ ഒരു കൊഞ്ചിൻ്റെ തന്നെ ഒരു ഫ്രൈ ആണ് ഉണ്ടാക്കാൻ, ഒരു റോസ്റ്റ് പോലെ. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, മുളകും മഞ്ഞളും ഉപ്പിട്ട് വെച്ചിരുന്ന കൊഞ്ചിലേക്ക് പിന്നീട് ഒരു കഷ്ണം ഉള്ളി, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക് ഇതെല്ലാം കൂടെ, കുരുമുളക് പൊടി, കുറച്ച് മുളകും പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ മിക്സിയിലിട്ട് എല്ലാം ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അതും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ കൊഞ്ച് നന്നായിട്ട് ഫ്രൈ ചെയ്യാൻ ഫ്രൈ പാനിലേക്ക് വെക്കുക. അത് ഫ്രൈ ചെയ്ത് വന്നതിന് ശേഷം ഒരു കഷ്ണം ഉള്ളിയും അതുപോലെ തന്നെ ഒരു കപ്പ് ഇല്ല, ഒരു 1/2 കപ്പ് തേങ്ങ ഇട്ടിട്ട്
ആ മസാല നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ച് നേരം മൂടി വെക്കുക. അപ്പോഴേക്കും നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഓംലേറ്റിനുള്ള പ്രിപ്പറേഷനാണ്. ഓംലേറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, സാധാരണ രീതിയിൽ തന്നെ ഉള്ളി, പച്ചമുളക്, ഉപ്പ്, അതുപോലെ ഒരു കഷ്ണം തക്കാളി എല്ലാം കൂടെ ഇട്ടിട്ട്, പിന്നെ ചമ്മന്തി പ്രിപ്പറേഷൻ ജസ്റ്റ് നമ്മളെ ഈ നമ്മളെ വറ്റൽമുളകും ചെറിയുള്ളിയൊക്കെ വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ട് ഉള്ള ചമ്മന്തിയാണ് അരച്ചെടുക്കുക. എന്നിട്ട് ആ വെളിച്ചെണ്ണയിൽ തന്നെ ചമ്മന്തി കുഴച്ചെടുത്തതാണ്. അപ്പോൾ നമ്മുടെ പ്രിപ്പറേഷനൊക്കെ റെഡിയായി. ഇനി ഇത് കെട്ടാനുള്ള പരിപാടിയാണ്, നമ്മൾ പൊതിച്ചോറ് കെട്ടാനുള്ള പരിപാടിയാണ്. ആദ്യം ചോറ് വിളമ്പി അതിനുശേഷം നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഒരു സൈഡിലായിട്ട് വെച്ചു. അതിലേക്ക് തന്നെ പിന്നീട് നമ്മുടെ ഈ ഉപ്പേരി അതും ഒരു സൈഡിലായിട്ട് വെച്ചു. അതുപോലെ കറി ഒഴിച്ചു. അതിലേക്ക് തന്നെ നമ്മുടെ ചമ്മന്തി വെച്ചു. അതുപോലെ ഓംലേറ്റ്, അതുപോലെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ അച്ചാർ, നാരങ്ങ അച്ചാർ കേട്ടോ ഞങ്ങളിതിൽ വെച്ചിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഈ പൊതി കെട്ടുന്ന സമയത്ത് ഓരോ ആൾക്കാരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് പൊതി കെട്ടിയത്. എനിക്ക് വേണ്ടത്, അതുപോലെ ഉപ്പാക്കുള്ളതൊക്കെ ഞങ്ങളങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കേട്ടോ കെട്ടിയത്. അപ്പോൾ അവർക്കുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് ഈ ഐറ്റംസിലൊക്കെ ചെറിയ ക്വാണ്ടിറ്റി ഡിഫറൻസിലാണ് കേട്ടോ. പിന്നെ ഉപ്പാക്ക് കറി വെച്ച മീൻ നിർബന്ധമാണ്. അപ്പോൾ ഉപ്പാക്ക് വേണ്ടിയിട്ട് ഒരു അയലക്കറി ഞങ്ങൾ വേറെ തന്നെ വെച്ചിരുന്നു. അപ്പോൾ ഉപ്പാക്കും ഉമ്മാക്കും അത് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഏട്ടൻ്റെ ഹസ്ബൻഡിൻ്റെയും കുട്ടികളതിലൊക്കെ സെയിം ഇത് തന്നെയാണ് ഞങ്ങൾ വെച്ചത്. അപ്പോൾ ഇത് കെട്ടാൻ ഒരു ട്രഡീഷണൽ കെട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഹസ്ബൻഡാണ് അത് കെട്ടിത്തരുന്നത്. നമ്മുടെ ഈ വായൻ്റെ നാരൊക്കെ വെച്ചിട്ട് ആ ഒരു സ്റ്റൈലിൽ പണ്ടത്തെ അതേ ഒരു മോഡലിലാണ് കേട്ടോ കെട്ടുകയൊക്കെ ചെയ്യുന്നത്. നല്ല രസമുണ്ടായിരുന്നു കെട്ടിക്കഴിഞ്ഞപ്പം കാണാനൊക്കെ. നല്ലൊരു ക്യൂട്ട്നെസ് ഉണ്ടായിരുന്നു. നല്ലൊരു പൊതിച്ചോറ്, ആർക്ക് കണ്ടാലും ഒന്ന് കഴിക്കാൻ തോന്നുന്ന രീതിയിൽ ഉള്ള ഒരു രീതിയിലായിരുന്നു. ഇപ്പം ഞാൻ ഈ ചെയ്യുന്നത് കുട്ടികൾക്കുള്ളതാണ് കേട്ടോ. മോനുള്ളത് കുറച്ച് ചോറും അതുപോലെ ഉപ്പേരിയും ചെറിയൊരു ഓംലേറ്റും ചമ്മന്തിയും ഒക്കെ കൂടെ ഇട്ടിട്ട് അവൻ്റെ ഇത് പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചു കേട്ടോ. ഇങ്ങനെ കെട്ടിയൊക്കെ അവന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്നെന്ത് ചോറാ ഫാത്തിമ? അപ്പോൾ പിന്നെ ഫാത്തിമേൻ്റെ അടുത്തിരിക്കുക ഞങ്ങൾ വീട്ടിൻ്റെ അപ്പുറത്തുള്ള കുട്ടിയാണ് കേട്ടോ. അപ്പോൾ ഫാത്തിമേൻ്റെ പൊതിച്ചോറ് പൊതിയൊക്കെ തുറന്നു ഫാത്തിമ കഴിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ആളെ എക്സൈറ്റ്മെൻറ്റിൻ്റെ രീതിയിലൊന്നും കഴിക്കലൊന്നുമില്ല കേട്ടോ, വളരെ കുറവാണ് കഴിക്കുക. ഫാത്തിമ എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദറിൻ്റെ മോളാണ് കേട്ടോ ഇത്. അപ്പം ആൾ ഭയങ്കര ക്യൂട്ടാണ്, നല്ല നല്ല സംസാരമാണ് ആളത്. അപ്പം മോന് ഉറങ്ങുകയാണ്. ഇതിലൊരു കോമഡി വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പാക്കും ഉമ്മാക്കും വേറെ തന്നെ 2 കെട്ടായിരുന്നു. അവർക്ക് ഞാൻ പറഞ്ഞല്ലോ മീനൊക്കെ വെച്ചിട്ടുള്ള കെട്ടായിരുന്നു. പക്ഷേങ്കിൽ ഉപ്പ കഴിച്ച പൊതി എൻ്റെതാട്ടോ. അങ്ങനെ അവസാനം എല്ലാം കൂടെ കൺഫ്യൂഷനായി. ഉപ്പാക്ക് എൻ്റെ പൊതി കിട്ടി, ഉമ്മാക്ക് എൻ്റെ ഏട്ടൻ്റെ വൈഫിൻ്റെ പൊതി കിട്ടി. അങ്ങനെ അവസാനം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി കഴിച്ചു. പിന്നെ മോനുണർന്നപ്പോൾ അവന് കൊടുത്തപ്പോൾ അവൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ടോ. അവൻ ഭയങ്കര കളിയൊക്കെ, ഞാൻ ഫുഡൊക്കെ കഴിക്കുകയായിരിക്കും, എവിടെ അതൊന്നും കഴിച്ചൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ഈവനിങ് ആയപ്പം ചെറിയൊരു സ്നാക്സ് പ്രിപ്പയർ ചെയ്തു. സ്നാക്സ് നമ്മുടെ ഹോട്ട് ഡോഗ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തു. അതിലേക്ക് ഉള്ളി, നമ്മുടെ കക്കിരി, മയണൈസ്, കെച്ചപ്പ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് കുരുമുളക് പൊടി ഇട്ടു കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ജസ്റ്റ് ബ്രെഡിലേക്ക് വെച്ചതിന് ശേഷം ചീസും ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തു നന്നായിട്ട്. അപ്പം ടോസ്റ്റർ ഉള്ളതുകൊണ്ട് സുഖമായിട്ട് ടോസ്റ്റ് ചെയ്ത് കിട്ടി. അപ്പോൾ ഞങ്ങൾ ഇപ്പോഴത്തെ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ നാദാപുരത്ത് ഫെസ്റ്റ് നടക്കുന്നുണ്ട്, നാദാപുരം ഫെസ്റ്റ്. അപ്പോൾ അതിന് പോകാനുള്ള തിരക്കിലാട്ടോ. ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങാനുള്ള പരിപാടിയിലാണ്. അപ്പം ഇവിടെ ലാസ്റ്റിലേക്കായിട്ടുണ്ട്. വളരെ അടിപൊളിയായിട്ട് എന്താ പറയുക, എല്ലാവരും പോയവരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് അങ്ങനെ പോകാനുള്ള തിരക്കിലാണ്. അപ്പം ഫുഡൊക്കെ ഞങ്ങളങ്ങനെ പുറത്തുനിന്ന് കഴിച്ചു. അപ്പം ഞാൻ ഫെസ്റ്റിന് പോയ വീഡിയോ ഞാൻ നെക്സ്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാം. എല്ലാം കൂടെ അപ്ലോഡ് ചെയ്യുമ്പം ഭയങ്കര ലെങ്താവും. അപ്പം പൊതിച്ചോറ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫും. അപ്പം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ്